ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് വട്ടവട എന്ന ഗ്രാമത്തിലാണ് കേട്ടോ. ഫുള്ളായിട്ടും കൃഷികളാണ് കാണാൻ കഴിയുന്നത്. ഓരോ വീട്ടുകാർക്കും ഓരോ കൃഷികളുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൂടുതലായിട്ടും ഇവിടെ തട്ടായിട്ടാണ് കൃഷികൾ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. സ്ട്രോബെറി 3 മാസം മട്ട കൃഷി ഉണ്ടല്ലോ, അവിടെ താഴത്തേത് ഉള്ളത് പൂരാ കൃഷിയാണ്. അത് ഉരുളക്കിഴങ്ങ അങ്ങോട്ടുണ്ടല്ലേ, ആ 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ വാളയിൻ്റെ തൊട്ട്. നമ്മൾ വന്ന ഈ ഒരു ടൈം സ്ട്രോബെറിയുടെ സീസൺ ടൈമാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രോബെറികൾ പഴുത്ത് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള ചേച്ചിയുടെ കൃഷിയാണ് കേട്ടോ ഇത്. താഴെ ഭാഗത്തേക്കും അവർക്ക് ഒത്തിരി കൃഷിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വിളവെടുക്കാനായിട്ടില്ല. നമുക്ക് ഫ്രഷായി തന്നെ ആ ചേച്ചി ഇതുപോലെ സ്ട്രോബെറിയൊക്കെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടും പുളിയില്ല, നല്ല മധുരമാണ്. അതുപോലെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടും അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ ഫാഷൻ ഫ്രൂട്ട് പോലെയേ അല്ല. നല്ല മധുരമാണ്, നമ്മുടെ നാട്ടിലെ ഫാഷൻ ഫ്രൂട്ട് പോലെയേ അല്ല ടേസ്റ്റ് ഒന്നും. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ ബാക്കിയുള്ള കൃഷികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ, ഇതിൻ്റെ ഒന്നും സമയമായിട്ടില്ല. ഈ ഒരു മേലെ ഭാഗത്തേക്ക് കാണുന്നത് ഫുള്ളും കൃഷിയാണ്. ഓരോ വീട്ടുകാർക്കും ഓരോ കൃഷി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. അപ്പോൾ അവിടെ നമ്മൾ വിട്ടിട്ടുണ്ട്, ഒരു ബോക്സ് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്രഷ് ക്യാരറ്റ് ഇതുപോലെ വിൽക്കാൻ വെച്ചിട്ട് കണ്ടു, അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞ് നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വട്ടവട. അത്രക്കും മനോഹരമാണ് ഈ ഒരു സ്ഥലം. മൂന്നാറിൻ്റെ നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബായ്.